കോഴിക്കോട് പന്നിയങ്കരയിൽ വയോധികയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പന്നിയങ്കര സ്വദേശി ശീലാവതിയുടെ സ്വർണ്ണമാലയാണ് കവർന്നത്. സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, രണ്ടുപേർ ഈ വിഷയത്തിൽ പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ് ഈ കേസിന്റെ പുരോഗതിയിൽ? റിജിത്ത്, ഇന്നലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഈ മാസം 18-നാണ്. പന്നിയങ്കര VK കൃഷ്ണമേനോൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ വയോധിക. 5:30 മണിക്കാണ്, വൈകുന്നേരം 5:30 മണിക്കാണ് ഈ ഒരു സംഭവം. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഈ സ്ത്രീ നടന്നു പോകുമ്പോൾ അതുവഴി വന്ന ഇയാൾ ഈ മാല പൊട്ടിച്ച് പിടിച്ചു പറിച്ചതിന് ശേഷം ഓടിപ്പോവുകയായിരുന്നു. ഈ സ്ത്രീ പിന്നാലെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. പക്ഷേ അയാൾ അവിടെ നിന്നില്ല, അയാൾ ഓടിപ്പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ഇയാളുടെ സ്കൂട്ടറിൽ ആണ് CCTV ദൃശ്യങ്ങൾ നമ്പർ വെച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മനസ്സിലായത് ഈ സ്കൂട്ടറും പ്രതി മോഷ്ടിച്ചതാണെന്നാണ്. പിന്നീട് ആണ് കൂടുതൽ അന്വേഷണം, കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഈ പ്രതിയുടെ രീതി എന്നത് മോഷണത്തിന് ഇറങ്ങുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുക. ഈ സംഭവ ദിവസം കടും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മോഷണത്തിന് ശേഷം ഇളം നിറത്തിലുള്ള വസ്ത്രം മാറ്റിയിടുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പോലീസ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രം കേന്ദ്രീകരിച്ചുള്ള ആളിലേക്കായിരിക്കും അന്വേഷണം പോവുക. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാണ് ഈ മോഷണത്തിന് ശേഷം ഇയാളിങ്ങനെ വസ്ത്രം മാറി നടക്കുന്നത്. പക്ഷേ പന്നിയങ്കര പോലീസിൻ്റെയും ഒപ്പം തന്നെ ഫറോക്ക് ACPയുടെ ക്രൈം സ്ക്വാഡിൻ്റെയും കയ്യിൽ ഈ പ്രതി ഇന്നലെ പോലീസിൻ്റെയും കയ്യിൽ ഈ പ്രതി പിടികൂടുകയായിരുന്നു. ഏറ്റവും പ്രധാനം എന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും 3 പവൻ്റെ സ്വർണ്ണമാല കവർന്ന ഒരു കേസും ഒപ്പം തന്നെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച കേസിലും പ്രതിയാണ് ഇയാൾ. ശരി, ഒരു വയോധികയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. ഇവരിൽ ഒരാൾക്ക് മുൻപും ഇതേപോലെ മോഷണം നടത്തിയ ഒരു ചരിത്രവുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.